ഉദ്ഘാടന വിവാദം കത്തുന്നതിനിടെ ഒരു അസാധാരണ നീക്കമാണ് ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിക്ക് ബദലായി സമാന്തര ഉദ്ഘാടനവും റോഡ് ഷോയും സംഘടിപ്പിച്ചാണ് സംസ്ഥാന സർക്കാർ മറുപടി നൽകിയത്. കാസർഗോഡ് നുള്ളിപ്പാടിയിൽ ദേശീയപാത 1-ാം റീച്ച് CH കുഞ്ഞമ്പു MLA നേതൃത്വത്തിൽ ജനകീയമായി തുറന്നു നൽകി. കാസർകോട്ടെ സമാന്തര ഉദ്ഘാടനത്തിന് തൊട്ടു പിന്നാലെ വെങ്ങളം രാമനാട്ടുകര റീച്ചിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ റോഡ് ഷോയും സംഘടിപ്പിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് തന്നെ ഒഴിവാക്കിയ നടപടി സംസ്ഥാനത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. സംസ്ഥാന സർക്കാർ കൂടി പണം മുടക്കി നടപ്പാക്കിയ പദ്ധതിയുടെ ക്രെഡിറ്റ് ഒറ്റയ്ക്ക് തട്ടിയെടുക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. NH-66 ഉദ്ഘാടന പരിപാടി പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പേരില്ല. BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ അതിന്റെ പരിപാടി വിളിച്ചു. അങ്ങനെയാണെങ്കിൽ KPCC പ്രസിഡന്റിനെ വിളിക്കണ്ടേ? CPIMന്റെ സംസ്ഥാന സെക്രട്ടറി വിളിക്കണ്ടേ? CPIയുടെ സംസ്ഥാന സെക്രട്ടറി വിളിക്കണ്ടേ? കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന നേതൃത്വത്തെയൊക്കെ വിളിക്കണ്ടേ? ഇത് ജനാധിപത്യത്തിൽ ഗുണകരമാണോ? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ വെട്ടി പകരം BJP സംസ്ഥാന പ്രസിഡന്റിന്റെ പേര് വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് ഗുണകരമാണോ? ഇത് പൊതുമരാമത്ത് വകുപ്പിനെയോ സർക്കാരിനെ അപമാനിച്ചല്ല, കേരളത്തെ അപമാനിക്കുന്നത്. സംസ്ഥാന സർക്കാരും പോരിനുറച്ചു തന്നെയാണോ? അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, സാധാരണയായി ഇത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച് പ്രതിഷേധം അറിയിക്കുക മാത്രമാണ് പതിവുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാണുന്നത് അസാധാരണമായ ഒരു നീക്കമാണ്. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന 2 റീച്ചുകളിൽ ഒന്നിൽ സമാന്തരമായി ഉദ്ഘാടനം നടത്തുന്നു, മറ്റൊരിടത്ത് പൊതുമരാമത്ത് മന്ത്രി തന്നെ റോഡ് ഷോ നടത്തി ഒരു ശക്തി പ്രകടനവും കാണിക്കുകയാണ്. അഭിജിത്ത്, തീർച്ചയായും വിനീത, അങ്ങനെ തന്നെയാണ്. ഒരു രാഷ്ട്രീയ മറുപടി എന്ന നിലയിൽ തന്നെയാണ് ഈ സമാന്തര ഉദ്ഘാടനം, പ്രതീകാത്മക പ്രതിഷേധമൊക്കെ സർക്കാർ ആസൂത്രണം ചെയ്തതും അത് നടപ്പിലാക്കിയതും. ഇന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ ദൂരമാണ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ഒരു റോഡ് ഷോ അരങ്ങേറിയത്. അത് വെങ്ങളം രാമനാട്ടുകര റീച്ചിലാണ് വിനീത. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ റീച്ചുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കൂടി നേരത്തെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവിടെ കൃത്യമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. അതിനാൽ തന്നെ ഈ സംസ്ഥാന ദേശീയപാതയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഈ വികസനം, അതിന്റെ നിർമ്മാണമൊക്കെ ഒരു നേട്ടമായി തന്നെ ഉയർത്തിക്കാട്ടാൻ സർക്കാർ തീരുമാനിച്ചതാണ്. ആ രീതിയിലുള്ള പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോയതുമാണ്. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ ചിലയിടങ്ങളിൽ ഈ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാകാത്തതൊക്കെ വലിയ തിരിച്ചടിയായിരുന്നു. എങ്കിൽ കൂടിയും കൃത്യമായി തങ്ങൾക്ക് കൂടി പങ്കാളിത്തം ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിലുണ്ട് എന്ന് പലതവണ അത് LDF പറഞ്ഞതാണ്, സർക്കാർ തന്നെ പറഞ്ഞതാണ്. പക്ഷേ എന്നിട്ടും ഇങ്ങനെയൊരു റീച്ചിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിനെ ഒഴിവാക്കുക, അതിൽ തന്നെ പൊതുമരാമത്ത് മന്ത്രിയെ എങ്ങനെയാണ് മാറ്റി നിർത്തുക എന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അതിൽ മന്ത്രി മുഹമ്മദ് റിയാസ് മാത്രമല്ല, അത് സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും മുന്നോട്ടിറങ്ങുന്നു, ആ ചോദ്യം ചോദിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത് വിനീത, ഇതിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തുകയാണ്. അതേസമയം PWD മന്ത്രിയെ ഈ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഇത്ര വലിയൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയതും രണ്ടിടത്ത്, ഒന്ന് പൊതുമരാമത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ റോഡ് ഷോ സംഘടിപ്പിച്ചത്, മറ്റൊരിടത്ത് MLA ഈ റോഡ് സമാന്തരമായി തുറന്നു കൊടുക്കുകയും ചെയ്തത്. നോക്കൂ.